മലബാറിലെ പ്രത്യേകിച്ച് കാലിക്കറ്റിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഏതാണ്ട് ഇന്നേക്ക് 7000 മുതൽ ഒരു 3000 വർഷം വരെ സജീവമായ മനുഷ്യരുടെ ഇടപെടലുകളുടെ സാന്നിധ്യം ഇവിടെ കാണാം. ഇരുമ്പുയുഗ ചരിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആരംഭിച്ചത് കാലിക്കറ്റിലാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയുമെന്ന് സംശയമാണ്. ഇവിടുത്തെ പല മലകളുടെയും കുത്തക അവകാശം കൊളോണിയൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടിയെടുത്തിരുന്നു. കാരണം ഇരുമ്പ് അത്ര ക്വാളിറ്റി ഉള്ളതായിരുന്നു. അപ്പോൾ കൊളോണിയൽ പീരീഡിൽ പോലും മലബാറിൽ നിന്ന് ഇരുമ്പ് കയറ്റി വെച്ചിരുന്നു. ഇത് കാണിക്കുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യരുടെ അറിവിൻ്റെ ഒരു വ്യാപ്തിയെ കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എല്ലാ അറിവും കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷമാണ് ഉണ്ടായത് എന്ന് പറയുന്നത് തെറ്റാണ്. കേരളത്തില് പ്രീ ഹിസ്റ്ററിയുടെ ആരംഭം, കേരളത്തിൽ ഇരുമ്പ് യുഗ ചരിത്രങ്ങളുടെ ആരംഭം, ഇത് രണ്ടും കേരളത്തിൽ മാത്രമല്ല, ഇരുമ്പുയുഗ ചരിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആരംഭിച്ചത് കാലിക്കറ്റിലാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയുമെന്ന് സംശയമാണ്. കാരണം നമ്മൾ മോഡേൺ ആധുനിക ചരിത്രത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഏറ്റവും നിയറസ്റ്റ് അതാണല്ലോ നമുക്കറിയുന്നത്. അതേ സമയത്ത് ചരിത്ര പഠനങ്ങളിൽ പോലും അത്തരം പഠനങ്ങൾ നടന്നതിനെ തെറ്റായി രേഖപ്പെടുത്തപ്പെട്ടിരുന്നു ഈ അടുത്ത കാലം വരെയും എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ എന്താണ് കോഴിക്കോട്? കോഴിക്കോട് നിങ്ങൾക്കറിയാം, അറബിക്കടലിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു തുറമുഖ നഗര പ്രദേശമാണ്. ഇതിന് ചുറ്റുമുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് ഏതാണ്ട് വയനാടിൻ്റെ അതിർത്തി വരെ പോകുന്ന, പശ്ചിമഘട്ട മലനിരകൾ വരെ പോകുന്ന പ്രദേശങ്ങളെ ചേർത്തിണക്കുന്ന ഒരു ഭൂവിഭാഗമാണ്. ചാലിയാറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ ചാലിയാറിൻ്റെ പരിധിയിൽ വരുന്ന അധിവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായി വന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നമുക്ക് ഉണ്ടാവാം, ഇവിടെ ആദിമ മനുഷ്യൻ ഏത് കാലം മുതലാണ് ജീവിച്ചു തുടങ്ങിയത്? ചരിത്ര പഠനത്തിന് പൊതുവെ നമ്മൾ ആദിമ ചരിത്രത്തെ മൂന്നാക്കി തിരിക്കാറുണ്ട്. അത് ആളുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മളും ഇന്നൊരു ഉപകരണത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെ കൂടെ നമ്മളറിയാത്ത ഒരു അടിമയും കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോൾ AI എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒരു അടിമയായിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ അടിമപ്പെട്ട പ്രശ്നം വേറെയാണ്. പക്ഷെ നമുക്കൊരു അടിമയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളൊരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ കാലഘട്ടത്തിലും ആളുകൾ ഉപകരണങ്ങളെ ഉപയോഗിച്ചാണ് ഉപജീവനം നടത്തുകയും അതിജീവിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഉപകരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശിലായുഗം അല്ലെങ്കിൽ സ്റ്റോൺ ഏജ്, വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ്, അയൺ ഏജ് അല്ലെങ്കിൽ ഇരുമ്പ് യുഗം എന്നിങ്ങനെ തിരിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഒരു മ്യൂസിയത്തിൽ നിന്നാണ് യഥാർത്ഥം ആരംഭിക്കുന്നത്. ഡാനിഷ് മ്യൂസിയത്തിൽ നിന്ന് CJ തോംസൺ എന്ന് പറയുന്ന ഒരു ആൻറ്റിക്വേറിയൻ, പൗരാണിക താല്പര്യങ്ങളൊക്കെ ഉള്ള, ഈ ബോഡി അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ്. നമുക്കെല്ലാം പൗരാണികതയിലും ഹെറിറ്റേജിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. അതിൽപ്പെട്ട ഡാനിഷ് സ്കോളറായ CJ തോംസനാണ് ഇങ്ങനെ തിരിക്കുന്നത്, ഉപകരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ അത്തരത്തിലുള്ള പ്രീ ഹിസ്റ്റോറിക് സ്റ്റഡി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ പല്ലവാരം എന്ന് പറയുന്ന പ്രദേശത്ത് 1863 റോബർട്ട് ബ്രൂസ് ഫൂട്ട് എന്ന് പറയുന്ന ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നു, ഭൗമശാസ്ത്ര പണ്ഡിതരായിരുന്നു. അവർ സർവേക്കിടയിൽ ഒരു കല്ല് ആയുധം കണ്ടെത്തുകയും ആ കല്ല് ആയുധത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ ആദിമ മനുഷ്യരുണ്ടായിരുന്നു, ശിലായുഗ കാലഘട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതേ സമയത്തിന് അദ്ദേഹം ഒരു നിഗമനം നടത്തി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ 2 മൺസൂൺ സീസൺ കൃത്യമായിട്ട് മഴ പെയ്തു പോകുന്നതുകൊണ്ടും വളരെ വലിയ കാട് പിടിച്ച പ്രദേശവും വെള്ളാരം കല്ല് കൂടുതലില്ലാത്ത പ്രദേശവും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ പഴയ മനുഷ്യർ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗ മനുഷ്യർ ഒരു പക്ഷേ അധിവസിച്ചിരിക്കാൻ സാധ്യതയില്ല. ഈ കാടൊക്കെ വെട്ടിത്തെളിക്കുന്നെങ്കിൽ ഇരുമ്പ് വേണമല്ലോ. അങ്ങനെ ഒരു നിഗമനം പ്രത്യേകിച്ച് തിരുവിതാംകൂറിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. മലബാറിനെ ആയിരുന്നില്ല പൂർണ്ണമായിട്ടും പറഞ്ഞത്. പക്ഷെ പിന്നീട് വന്ന ചരിത്ര പഠനങ്ങളിലൊക്കെ ചരിത്രകാരർ റോബർട്ട് ബ്രൂസ് ഫൂട്ടിൻ്റെ നിഗമനം പ്രാചീന ശിലായുഗ പഠനങ്ങളെ ഒരുപാട് വഴിതെറ്റിച്ചു എന്നൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുതന്നെയായാലും കേരളത്തിൽ ആദ്യമായിട്ട് ശിലായുഗ തെളിവ് കണ്ടെത്തുന്നത് 1910 എൻ്റെ ഓർമ്മ. KRU ടോഡ് എന്ന് പറയുന്ന TODD KRU ടോഡ് എന്ന് പറയുന്ന ഒരു ജിയോളജിസ്റ്റും ആയിരുന്നു. അദ്ദേഹം ചേവായൂരിൽ വെച്ചിട്ടാണ്, കാലിക്കറ്റിനോട് ചേർന്നിട്ടുള്ള ചേവായൂരിൽ വെച്ചിട്ട്, ചേവായൂരിൽ ചെങ്കൽ പരപ്പിൽ കുറേ സൂക്ഷ്മ ശിലായുധങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇത് നെക്സ്റ്റ് ഇത് ഈ സൂക്ഷ്മ ശിലായുധങ്ങൾ
എന്ന് പറയുന്നത് വെള്ളാരം കല്ല്. അതായത് പ്രാചീന ശിലായുഗത്തിൽ ഇപ്പം നമ്മളൊരു പട്ടി ഓടിച്ച് വിട്ടാൽ നമ്മളെന്താ ആദ്യം ചെയ്യുക? ഉടനെ പോയിട്ട് വളരെ വലിയൊരു വടി ശേഖരിക്കുകയാണോ ചെയ്യുക? പെട്ടെന്നൊരു കല്ലെടുത്ത് എറിയുകയാണ് ചെയ്യുക. ആ കല്ലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കല്ലൊരു ടൂളായിട്ട് മാറുകയാണത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ടൂൾ എന്ന് പറയുന്നത് റഫായിട്ടുള്ള കല്ലാണ്. അപ്പം അത്തരത്തിലുള്ള പ്രാചീന ശിലായുഗത്തിലെ കല്ലല്ല കിട്ടിയത്. പിന്നീട് ഈ പർപ്പസ് അനുസരിച്ച് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് കല്ലായുധങ്ങളെ മാറ്റുകയും മൂർച്ചയുള്ള ആയുധങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അത്തരം കല്ലായുധങ്ങളാണ് ചേവായൂരിൽ നിന്ന് ആദ്യമായിട്ട് കണ്ടെടുക്കുന്നത്. പിന്നെ അതിന് ശേഷം കന്യക്കോട് മലയിൽ, പാലക്കാട് ജില്ലയിൽ കന്യക്കോട് പ്രദേശത്ത് നിന്ന് പിന്നീട് ആ, ആ, നവീന ശിലായുഗത്തിലെ പോളിഷ്ഡ് സ്റ്റോണൊക്കെ കിട്ടേണ്ടത്. അങ്ങനെയാണ് ആരംഭം ഒക്കെ മലബാറിലുണ്ടാവുന്നത്. ഈ അടുത്ത കാലത്ത് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ഇത് നമുക്ക് ഉപരിതലത്തിൽ നിന്നാണ് കിട്ടിയത്. ഉപരിതലത്തിൽ നിന്ന് കിട്ടിയതിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അത് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് 2015-16 ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റും നമ്മുടെ തൊട്ടടുത്തുള്ള നിങ്ങൾ രാവിലെ കണ്ടിരിക്കുന്ന മ്യൂസിയം, കൃഷ്ണരാജ് എല്ലാം കൂടെ ചേർന്ന് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കിനാലൂരിൽ, ഇവിടുന്ന് അധികം ദൂരത്തല്ലാത്ത കിനാലൂരിൽ ഒരു പ്രദേശത്ത് കിനാലൂർ നടത്തിയ ഉത്ഖനനത്തിൽ, പുരാവസ്തു ഉത്ഖനനത്തിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മശിലായുധങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ 2008 ഞാൻ കൂടെ ഉൾപ്പെട്ട ഒരു ടീമായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ആനക്കരയിൽ ഡോക്ടർ രാജൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ, ഡോക്ടർ സെൽവകുമാറിൻ്റെയും കെ പി ഷാജിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആനക്കരയിൽ നിന്നും ഇത്തരത്തിലുള്ള സൂക്ഷ്മശിലായുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അരിപ്പ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ പി രാജേന്ദ്രൻ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ, ചെറിയ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് കേരളത്തിൽ പ്രാചീന മധ്യശിലായുഗത്തിൽ മനുഷ്യരുണ്ടായിരുന്നു. വയനാട്ടിലെ ഇടയ്ക്കൽ നമുക്ക് നവീന ശിലായുഗത്തിൽ ഒരു ഗുഹ തന്നെ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ശിലായുധങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് കേരളത്തിൽ ശിലായുഗ കാലം തൊട്ട് തന്നെ മനുഷ്യരുണ്ടായിരുന്നു. അതിൻ്റെ പഠനത്തിൻ്റെ ആരംഭം കാലിക്കറ്റിലാണ് തുടങ്ങിയത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അതിന് ശേഷമുള്ള ഒരു കാലത്താണ് ഇരുമ്പ് യുഗം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെങ്കല യുഗം അങ്ങ് തുടങ്ങുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാട്, കേരളം, ഒറീസ വരുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇരുമ്പ് യുഗമാണ് നേരിട്ട് തുടങ്ങുന്നത്. ശിലായുഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇരുമ്പ് യുഗമാണ്. ഇവിടെ ചെമ്പിൻ്റെ ലഭ്യത ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇരുമ്പ് ധാരാളമുണ്ട് താനും. ഇപ്പോൾ കൊളോണിയൽ പീരീഡിൽ പോലും മലബാറിൽ നിന്ന് ഇരുമ്പ് കയറ്റി വെച്ചിരുന്നു. ഇവിടുത്തെ പല മലകളുടെയും കുത്തക അവകാശം കൊളോണിയൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടിയെടുത്തിരുന്നു. കാരണം ഇരുമ്പ് അത്ര ക്വാളിറ്റി ഉള്ളതായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഇരുമ്പ് വളരെ ക്വാളിറ്റി ഉള്ളതാണെന്ന് ആദിമ കാലഘട്ടത്തിൽ റോമൻ സാഹിത്യകൃതിയിൽ തന്നെ പറയുന്നുണ്ട്. റോമൻ ലിറ്ററേച്ചറിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിലെ അയൺ ബെസ്റ്റ് സ്റ്റീലാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇരുമ്പ് ഇവിടെ ധാരാളം ഉള്ളതുകൊണ്ട് ശിലായുഗത്തിന് ശേഷം നമുക്ക് ഇരുമ്പ് യുഗ തെളിവുകളാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പം അതും കൊളോണിയൽ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നത്. ഇപ്പം നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കും. നെക്സ്റ്റ്. സോ അതും നമ്മളെ കാലിക്കറ്റിലാണ് അതിൻ്റെ തുടക്കം എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 1813 ജെ ബാബിങ്ടൺ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നു, ആർക്കിയോളജി താല്പര്യമുള്ള കക്ഷിയായിരുന്നു. അദ്ദേഹം ഫറൂഖിനടുത്ത് ചത്തപ്പറമ്പ് എന്നാണ്, അത് ചത്തപ്പറമ്പ്, ആളുകളെ മരിച്ച പറമ്പ് എന്നാണ്. ഇന്നത് ചാത്തമ്പറമ്പാണ്. അപ്പോൾ ചത്തപ്പറമ്പിൽ ഒരു തൊപ്പിക്കല്ല് ഉത്ഖനനം നടത്തുകയും അദ്ദേഹം ഉപയോഗിച്ച സ്പെല്ലിംഗ് തന്നെയാണ് ഞാനിവിടെ, അതേ റിപ്പോർട്ടിലുള്ള സ്പെല്ലിംഗ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മഹാശിലായുഗം അല്ലെങ്കിൽ മഹാശിലാകാലം എന്ന് പറയുന്ന കാലത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ, ലോകത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സ്മാരകങ്ങളെ മഹാശിലാ സ്മാരകങ്ങൾ, മെഗാലിത്ത് എന്നുള്ള പേര് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടില്ല. 1813 ഇത്തരത്തിലുള്ള ഒരു ഒരു സ്മാരകത്തെ നോട്ടീസ് ചെയ്യുന്നത് പുരാവസ്തു പണ്ഡിതർ. 1848 ഹെർബർട്ട് ആൽഗർണോൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ആൻറ്റിക്വേറിയനാണ് അവിടെ കാണുന്ന സ്റ്റോൺ ഹെഞ്ചസുകളെ മെഗാലിത്ത് എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാബിങ്ടൺ ഈ സ്മാരകത്തെ മെഗാലിത്ത് എന്നല്ല വിശേഷിപ്പിച്ചത്, മറിച്ച് നാട്ടിലുള്ള ആളുകൾ, ഇപ്പം എനിക്ക് വളരെ സന്തോഷം ഇങ്ങനെ ഒരു ബോഡിയിൽ പല പ്രായത്തിലുള്ള പല ജനറേഷനിലുള്ള ആൾക്കാരുള്ളതുകൊണ്ട്. എപ്പോഴും വായനശാലയിലൊക്കെ ഡിസ്കഷൻ പോകുമ്പോൾ എനിക്ക് വലിയ സന്തോഷം അതാണ്. ഈ പറയുന്ന പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ മഹാശിലാ സ്മാരകങ്ങളെ, പ്രത്യേകിച്ച് കൊടക്കല്ല്, തൊപ്പിക്കല്ല്, നന്നങ്ങാടി, റോക്കറ്റ് ചേംബർ, എൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇതിനെയൊക്കെ ആളുകൾ പൊതുവെ ഒരു പേരിൽ പറയാറുണ്ട്, മാണ്ഡവർ കുഴി, പാണ്ഡവർ കുഴി എന്നാണ്. പാണ്ഡവന്മാർ വന്ന് കൊടകുത്തിയ സ്ഥലമാണ്. അപ്പോൾ പാണ്ഡവരിവിടെ യഥാർത്ഥം വന്നിട്ടുണ്ടോ? മഹാഭാരത കഥയിലെ പാണ്ഡവരിവിടെ വന്നിട്ടുണ്ടോ? നമുക്ക് കൃത്യതയില്ല.
അതൊരു സാഹിത്യകൃതിയാണ്. അതിൽ വന്നു എന്ന് പറഞ്ഞാൽ, പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ, നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കൂ, നെക്സ്റ്റ്, ഈ ഇതൊന്ന് നോക്കുക, ഇത്തരത്തിലുള്ള വലിയ കല്ലുകൾ എടുത്തു വെക്കാൻ ആർക്കാ കഴിയുക എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ സിമ്പിൾ ലോജിക്, പാണ്ഡവരാണ്. കൗരവരെ നേരിട്ട പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ട് എടുത്തു വെക്കാൻ കഴിയും. മറ്റൊന്ന് അത്തോളിയുള്ളൊരു കുടക്കൽ, ഇത് അത്തോളിയുള്ള കുടക്കല്ലേ കാണിക്കുന്നത്, ഇത് തച്ചോളി ഉദയൻ്റെ കുടയാണ്. തച്ചോളി ഉദയനെ വടക്കൻ മലബാറുകാർക്ക് ഇനി പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ആളുകൾ മിത്തിക്കലായിട്ട് ഇതിനെ കാണുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആളുകൾക്ക് ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, തച്ചോളി ഉദയൻ അവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല, പക്ഷെ പാണ്ഡവർ വന്ന സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്തിനെ ചരിത്രമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു 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 രീതി, അല്ലെങ്കിൽ രീതി ശാസ്ത്രം എന്ന് ഞാൻ ഇൻവേർട്ടർ കോമയിൽ പറയുന്ന അത്തരത്തിലൊരു പ്രവണത വരുന്ന കാലഘട്ടത്തിൽ പാണ്ഡവർ വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഒന്ന് പ്രീവിയസ് സ്ലൈഡിലേക്ക് പോകും. അപ്പോൾ എന്താണ് പാണ്ഡവർ? ഇയാൾ എന്തുകൊണ്ടാണ് പാണ്ഡവർ കുഴി, പാണ്ഡുക്കുഴീസ് ഓഫ് മലബാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് പാണ്ഡവരുടെ കുഴി എന്നാണ് ആളുകൾ പറയുന്നത്. അതിന് സായിപ്പ് പാണ്ഡുക്കുളീസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. അതിൽ തന്നെ പറയുന്നുണ്ട് ഇയാൾ റിപ്പോർട്ടിൽ, ഇത് പാണ്ഡവർ വന്ന് കൊടകുത്തിയ സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ പാണ്ഡവരുടെ മറ്റൊരു മിത്തും കൂടിയുണ്ട്. അതായത് ആളുകൾ കാലനില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ മരിക്കാതെ ഇങ്ങനെ കൂനി വിടും. അപ്പോൾ അവരിങ്ങനെ ഉരുണ്ടു പോകും. അങ്ങനെ ഉരുണ്ടു പോകുന്ന സമയത്ത് ഇവരെ പിടിച്ചിട്ട് വലിയൊരു കലത്തിനാക്കി അടക്കം ചെയ്യും. അതുകൊണ്ട് ഇത് മുതുമക്കത്താഴി എന്നൊരു പേരും ഇതിനുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കെട്ടുകഥകളെയൊക്കെ വാബിങ്ടൺ ഇതിൽ പറയുകയും അതേ സമയത്ത് ഇതിനെ 3 തരത്തിലുള്ള, അതായത് ഈ ചട്ടി, വലിയ ചട്ടി, അതുപോലെ തന്നെ ദെൻ വലിയ ഗുഹ, ഇങ്ങനെയുള്ള കുറേ ടൈപ്പോളജിയെക്കുറിച്ച്, അല്ലെങ്കിൽ പല തരത്തിലുള്ള സംഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ പാണ്ഡുക്കുഴി എന്ന് പറയുന്നത്? കേരളം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു ഏതാണ്ട് ഒരു 14-15 നൂറ്റാണ്ട് വരെയൊക്കെ. നമ്മളെ പ്രധാന ഭാഷ തമിഴ് തന്നെയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 9-ാം നൂറ്റാണ്ട്, ഹരിദാസ മാഷ് സംസാരിക്കുന്നു, 9-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള ഒരു ലിഖിതത്തിൻ്റെ ഭാഷ ഞാൻ പറയാം, വട്ടെഴുത്തിലുള്ള. അതിലെവിടെയാണ് മലയാളം വരുന്നതെന്നൊന്ന് നോട്ടീസ് ചെയ്താൽ മതി. കോത്താണു ഇരവിക്കുത്തനു പല 100,000 മറുകുതലേ ചിറന്തടിപ്പെടുത്താളാണ്ട് അവ്വാണ്ട് വേണാട് വാഴുകിൻ്റെ അയ്യനടി തിരുവടികളും എന്ന് പറഞ്ഞു വന്ന് തലിശാപ്പള്ളി കോപ്പർ പ്ലേറ്റിലെ തലിശാപ്പള്ളി ചെമ്പ് ലിഖിതത്തിലൊരു വാക്കാണ്. 9-ാം നൂറ്റാണ്ട്. ഏതാണ്ട് 14-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൻ്റെ തമിഴ് ഭാഷാ സ്വാധീനം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ടി.എ. ഗോപിനാഥ റാവു പിൽക്കാലത്ത് ലിഖിതം പ്രസിദ്ധീകരിച്ചപ്പോൾ എല്ലാം തമിഴിലാണ് എഴുതി വെച്ചിട്ട്, മലയാളത്തിലല്ല. ഈ വട്ടെഴുത്തൊക്കെ മലയാളത്തിൽ നിന്ന് തമിഴിലേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, തമിഴിൽ മാണ്ഡവർ എന്ന് പറഞ്ഞാൽ മരിച്ചവരെ അടക്കം ചെയ്ത സ്ഥലം എന്നാണ്. മണ്ഡവർ എന്ന് പറയുന്നത് തമിഴിൽ മരിച്ചവരെ അടക്കം ചെയ്തതാണ്. ഗ്രേറ്റ് പേഴ്സൺ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം മരിച്ചവരടക്കം ചെയ്ത സ്ഥലം. തമിഴ്നാട്ടിൽ ഇപ്പോഴും മാണ്ഡവർ കുഴി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പം മാണ്ഡവർ കുഴിയെ പാണ്ഡവരാക്കി, തമിഴിൻ്റെ സ്വാധീനം കുറഞ്ഞു പോവുകയും മലയാളത്തിൽ ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളുടെയൊക്കെ താല്പര്യം കൂടുകയും ചെയ്ത, സമൂഹം ഉൾക്കൊള്ളുകയും ചെയ്ത കാലഘട്ടത്തിൽ ഈസി ആയിട്ട് മാണ്ഡവർ പോവുകയും അതിനെ പാണ്ഡവരാക്കി പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ബാബിങ്ടൺ ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മാരകങ്ങളാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ആരംഭം 1819 ഫറൂഖിൽ നടത്തിയ ഉത്ഖനനത്തോടു കൂടിയാണ്. പിന്നീട് വില്യം ലോഗനാണ് പടിഞ്ഞാറ്റുമുറിയിൽ ഉള്ള ഒരു സ്ഥലത്തു നിന്ന് കുനിയിൽ, അപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടുന്ന സ്മാരകം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ, തൊപ്പിക്കല്ല്, കൊടക്കല്ല്, ഇതൊക്കെ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന സ്മാരകങ്ങൾ പലപ്പോഴും ആളുകൾ നിധിയാണെന്നൊക്കെ വരിച്ച് നശിപ്പിച്ചു കളയും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും നടക്കുന്നതാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും 4 സംഗതികളുണ്ടാവും. 1 മൺപാത്രങ്ങളാണ്, 2 ലോഹ ആയുധങ്ങളാണ്, പ്രധാനമായിട്ട് ഇരുമ്പാണ്. വളരെ പരിമിതമായിട്ട് മാത്രമേ നമുക്ക് ഗോൾഡ് കിട്ടിയിട്ടുള്ളൂ. 1 കണ്ണൂരിൽ നിന്ന്, നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ അരിപ്പയിൽ നിന്ന് മാത്രമേ നമുക്ക് ഇതുവരെ ഗോൾഡ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ എയ്യാലിൽ നിന്ന് നമുക്ക് ഗോൾഡ് കോയിൻസും വളരെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതിനകത്ത് ഇരുമ്പാണ് കൂടുതലുണ്ടാവുക. 1 മൺപാത്രമാണ്. മൺപാത്രം പല ടൈപ്പ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഈ ഇരുമ്പിൽ തന്നെ തൂക്കുവിളക്ക്, അതുപോലെ തന്നെ കലപ്പയുടെ അവശിഷ്ടം കിട്ടുന്നുണ്ട്, അരിവാള് കിട്ടുന്നുണ്ട്, അമ്പ് കിട്ടുന്നുണ്ട്, വില്ലിൻ്റെ കിട്ടുന്നുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള, അതായത് ഒരു ശിലായുഗ കാലഘട്ടത്തിൽ വേട്ടയാടിയും കായികനികൾ ശേഖരിച്ചും ജീവിച്ച ജനവിഭാഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൃഷി നടത്തി, കാട് വെട്ടിക്കരിച്ച് കൃഷി നടത്തി ഉപജീവനം കഴിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടായി വന്നതിൻ്റെ തെളിവുകളാണ് ശരിക്കും നമുക്ക് ചത്തപ്പറമ്പ് മുതൽ ഇങ്ങോട്ട് കിട്ടും. ചത്തപ്പറമ്പ് കഴിഞ്ഞതിന് ശേഷം 1932 എ. അയ്യപ്പൻ ഫറൂഖിൽ തന്നെ വീണ്ടും ഒരു ചെങ്കല്ല് അറ തുറന്ന് പരിശോധിക്കുന്നു.
അപ്പോൾ അതിനകത്തു നിന്നൊക്കെ തന്നെ മൺപാത്രങ്ങൾ അല്ലെങ്കിൽ ഇരുമ്പായുധങ്ങൾ, മറ്റ് ലോഹായുധങ്ങൾ, അതുപോലെ തന്നെ സെമി പ്രഷ്യസ് സ്റ്റോൺ ബീഡ്സ് എന്ന് വെച്ചാൽ കുറച്ച് വിലപിടിപ്പുള്ള കല്ല് മുത്തുകൾ. ഈ കല്ലുകളൊന്നും തന്നെ കേരളത്തിലുള്ളതല്ല. മഹാരാഷ്ട്ര, ഗുജറാത്ത് കോസ്റ്റിൽ നിന്നാണ് ഈ കല്ലുകളൊക്കെ കൊണ്ടുവന്നത്. അപ്പം ഒന്നുകിൽ കല്ല് ഇവിടെ കൊണ്ടുവന്നിട്ട് മുത്ത് കൊണ്ടുവന്നാവാം, അല്ലെങ്കിൽ കല്ല് കൊണ്ടുവന്നിട്ട് മുത്താക്കിയതാവാം. അപ്പോൾ പട്ടണം എന്ന് പറയുന്ന ഉത്ഖനനത്തിന് ശേഷം നമ്മുടെ ഒരു നിഗമനം, പട്ടണത്തിൽ നിന്ന് മുത്തുണ്ടാക്കിയതിൻ്റെ നിരവധി തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാവാനും വഴിയുണ്ട്. അതിലേക്ക് ഞാൻ വരാം. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കിനാലൂരിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സൂക്ഷ്മശിലായുധങ്ങളാണ്. സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഇതിപ്പോൾ ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിൽ എൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് മ്യൂസിയത്തിൽ പോയാൽ അവിടെ തന്നെ കാണാൻ കഴിയും. ഞാനിപ്പോൾ നിങ്ങൾ അവിടെ കണ്ടതിൻ്റെ പാസ്റ്റാണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് അപ്പം നോക്കുക, ഇത് വില്യം ലോഗൻ എക്സ്കവേറ്റ് ചെയ്ത സൈറ്റാണ്. നെക്സ്റ്റ് ഞാൻ വേഗത്തിൽ പോവുകയാണ്. ഇത് ഞാൻ മഹാശിലാ സ്മാരകങ്ങൾപ്പെട്ട കൊടക്കല്ല്, അത്തോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ അധികം ദൂരത്തല്ല, കോഴിക്കോട് നിന്ന് അധികം ദൂരത്തല്ല ഉള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കൊടക്കല്ല് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിൽ ഇന്ന് കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ കൊടക്കല്ല്. ഇതിൻ്റെ റെഫറൻസ് പോയിന്റ് ഞാൻ മാത്രമല്ല, കൃഷ്ണരാജ് ഏതാണ്ട് മ്യൂസിയത്തിലുള്ള ആർക്കിയോളജിസ്റ്റാണ്. കൃഷ്ണരാജ് മലബാറിലെ മിക്കവാറും എല്ലാ സൈറ്റുകളും കണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ കൊടക്കല്ലാണ്. അപ്പോൾ ഇതിന് ഇപ്പം അവിടെ തന്നെ അത്തോളിൽ തന്നെയുള്ള ഒരു റോക്കറ്റ് ചേമ്പറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കല്ല് അറ വെട്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഓരോ പ്രദേശത്തുള്ള ലാൻഡ്സ്കേപ്പിനനുസരിച്ച്, ഭൂപ്രത്യേകതകൾക്കനുസരിച്ചാണ് ആ കാലഘട്ടത്തിൽ ആളുകൾ ഈ സ്മാരകങ്ങൾ തീർത്തത്. ഇനി എന്തിനാണ് ഈ സ്മാരകങ്ങൾ തീർത്തത്? മരിച്ചവരുടെ ഓർമ്മ നിലനിർത്താനായിട്ട്. അവർക്ക് പുനർജന്മത്തിലൊരു വിശ്വാസമുള്ള തലമുറയായിരുന്നു. അപ്പോൾ മരിച്ചവർ ഇനിയും ഒരു ജന്മം ഉണ്ടാകുമ്പോൾ അവർക്ക് ഉപയോഗിക്കേണ്ട എല്ലാ സംഗതികളും വെച്ചാണ് ഈ അടക്കം ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ നോക്കുമ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് തരുന്ന സ്മാരകങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതായത് മരിച്ചവരെ അടക്കം ചെയ്ത സ്ഥലം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ അവർ ജീവിച്ചിരുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. മരിച്ചവരെ അടക്കം ചെയ്ത സ്ഥലത്ത് അധികം ദൂരത്തല്ലാതെ അവർ സെറ്റിൽമെൻറ്റിൻ്റെയും, അതായത് അധിവാസം നടത്തിയതിൻ്റെ, വീട് വെച്ചതിൻ്റെയൊക്കെ തെളിവുകൾ കിട്ടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് അത് കിട്ടാത്തതിൻ്റെ ഒരു കാരണം, കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി അങ്ങനെയാണ്. മഴ കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം പലതും ഉപരിതലത്തു നിന്ന് കൂടുതൽ ആളുകൾ, എല്ലാം പ്രൈവറ്റ് പ്ലോട്ടാണ്, എല്ലാം തിക്ലി പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ഈ പുറത്ത് കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ മഴയ്ക്കൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവാനാണ് സാധ്യത. ഇതുകൊണ്ട് ഇവിടെ ആൾതാമസം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മരിച്ചവരെ അടക്കം ചെയ്യുന്നത് ജീവനുള്ള ആളുകളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ട് ഒരു സെറ്റിൽമെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ ഇപ്പോൾ കൽപ്പള്ളി, മാവൂര് ഇതുപോലുള്ള കൊടക്കല്ലുണ്ട്. എന്ന് വെച്ചാൽ കോഴിക്കോട് നഗരത്തിന് ചുറ്റുമുള്ള പ്രാന്തപ്രദേശങ്ങൾ, പെരിഫറൽ ഏരിയയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള പ്രാചീന ശിലായുഗ മനുഷ്യരുടെ, ഇരുമ്പ് യുഗ മനുഷ്യരുടെ, ഞാൻ ഈ പറയുന്നത് ഏതാണ്ട് ഇന്നേക്ക് 7000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ, ഇന്നേക്കാണ് ഞാൻ പറയുന്നത്, ഏതാണ്ട് 7000 വർഷങ്ങൾ മുമ്പ് മുതൽ ഒരു 3000 വർഷം വരെയുള്ള കാലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 7000-നും 3000-നും ഇടയിൽ കോഴിക്കോടിന് ചുറ്റുമുള്ള പ്രദേശത്ത് ആളുകൾ താമസിച്ചതിൻ്റെ തെളിവുകളാണ് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പറയുന്നത്. ദെൻ ഇത്തരത്തിലുള്ള തൂണുകളുള്ള ചേമ്പറുകളുണ്ട്. ഇത് ഈ കൊടക്കല്ല് കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള ഒരു കൊടക്കല്ലാണ്. ഇന്നത് നിലനിൽക്കുന്നില്ല. ഞാനത് പറയാൻ വേണ്ടി മാത്രമാണ്. കാരണം ആളുകൾക്ക് ഇതെല്ലാം പാണ്ഡവർ വെച്ച സ്ഥലമാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2010 വരെ അതവിടെ ഉണ്ടായിരുന്നു. ഇത്തരം മിത്തുകളെ സ്മാരകങ്ങളുടെ സംരക്ഷകരായിട്ട് മാറാറുണ്ട്. ഈ മിത്തുകൾ, അതായത് കെട്ടുകഥകൾ, സംരക്ഷകരായി മാറാറുണ്ട്. കാരണം അത് പ്രേതഭൂത വിശാചികളുടെ സ്ഥലമാണെന്നും പാണ്ഡവരുടെ സ്ഥലമാണെന്നും എന്നൊക്കെയുള്ള വിശ്വാസം കൊണ്ട് ആളുകളത് ഉപദ്രവിക്കില്ല അതിനെ. പക്ഷേ ഈ അടുത്ത കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ വന്നതിന് ശേഷം ഈ പ്ലോട്ട് നിൽക്കുന്നതിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലവും വൻ വിലയുള്ള സ്ഥലമായി മാറി. ഇതിന് മാത്രം വിലയില്ല. അപ്പം പ്ലോട്ട് ഓണർ ഇത് JCB വെച്ച് തകർത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവാം, അങ്ങനെ തകർത്ത് കഴിഞ്ഞാൽ കേസാവില്ലേ? കേസായി. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം റിലീസാവുകയും ചെയ്തു. കാരണം പ്രൊട്ടക്റ്റഡ് സൈറ്റിന് മാത്രമേ നമുക്ക് സംരക്ഷണം കൊടുക്കാനുള്ള അധികാരം സ്റ്റേറ്റിനുള്ളൂ. പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് അല്ല ഇത്. ഇപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെയാണ് പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ഉള്ളത്? തൃശ്ശൂർ ജില്ലയിൽ മാത്രമേ ഉള്ളൂ. അരിയന്നൂർ, അതുപോലെ തന്നെ ചേറമനങ്ങാട്, കണ്ടാനശ്ശേരി എന്നൊക്കെ പറയുന്ന സ്ഥലത്തേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് കിട്ടുന്ന ആകെയുള്ള തെളിവ് ഇപ്പോൾ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പട്ടർകുളത്ത്, മഞ്ചേരിക്കടുത്തുള്ള ഒരു പട്ടർകുളത്തൊരു കൊടക്കല്ല് എന്താ പറയുന്നത്, നവീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ഉടനെ കുറച്ച് ടൈപ്പോളജീസ് മാത്രം കാണിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അതായത് കരിങ്കല്ല് കൊണ്ടും ചെങ്കല്ല് കൊണ്ടും കളിമണ്ണ് കൊണ്ടുമാണ് സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നത്. ഏത് സ്ഥലത്ത് അവൈലബിൾ ആയിരിക്കുന്ന സ്ഥലം എന്താണോ അതിനനുസരിച്ചാണ് ഇവർ സ്മാരകങ്ങൾ ഉണ്ടാക്കുക എന്നർത്ഥം. ചെങ്കല്ലാണ് ചെങ്കല്ലിലുണ്ടാക്കും, കരിങ്കല്ലാണ് കരിങ്കല്ലുണ്ടാക്കും എന്ന് വെച്ചാൽ അതത് പ്രദേശത്തെ ആളുകൾ തന്നെയാണ് ഇത് ഉണ്ടാക്കിയതെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്നത്. നെക്സ്റ്റ്, അപ്പോൾ നന്നങ്ങാടികൾ കാണാം. അടുത്തത് ഇത് കൊടക്കല്ലാണ്. ആനക്കരയിലൊരു കൊടക്കല്ല് നമ്മൾ തുറന്ന് പരിശോധിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അടുത്തടുത്ത് ഇത് പട്ടറവളത്ത് ഞാൻ പറഞ്ഞത് ഈ കൊടക്കലിൻ്റെ പ്രത്യേകത അടിയിൽ ചെങ്കല്ലും മുകളിൽ കരിങ്കല്ലുമാണ്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ഇന്നേ വരെ അങ്ങനെ ഒരു ടൈപ്പോളജി ഇവിടെ മാത്രമേ ഉണ്ടായുള്ളൂ. അത് വില്യം ലോഗൻ മലബാർ മാനുവലിൽ റിപ്പോർട്ട് ചെയ്ത് 1800. ഓക്കെ, നെക്സ്റ്റ്. ഇത് ചത്തപ്പറമ്പിൽ എക്സ്കവേറ്റ് ചെയ്തപ്പം തൊപ്പിക്കല്ല് എന്ന് പറയുന്നത്, തൊപ്പിക്കല്ല് എക്സ്കവേറ്റ് ചെയ്ത അല്ല കാണിക്കുന്നത്, ചിത്രം അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. നെക്സ്റ്റ്, ഇത് റോക്കറ്റ് ചേമ്പർ, പല പല ടൈപ്പോളജിയാണ്. കൽവളയം, അതിനകത്ത് നന്നങ്ങാടി ഉണ്ടാവും. അടുത്തത് ഇത് ഈ പറയുന്നത് ചെങ്കല്ലറയാണ്. ചെങ്കല്ലിൽ ഒറ്റ കല്ലാണ്, ആ കല്ല് തുരന്നുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ തുരന്നുണ്ടാക്കുന്ന സമയത്ത് അതിനൊരളവും കൃത്യതയൊക്കെ ഉണ്ട്. എവിടെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാലും ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പായുധം ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ ഇന്നത്തെ പോലെ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഉണ്ടായ സമയത്തല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ അറിവിൻ്റെ ഒരു വ്യാപ്തിയെ കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എല്ലാ അറിവും കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷമാണ് ഉണ്ടായത് എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയിരിക്കുന്ന, ഇപ്പം ഞാൻ ആ വിഷയത്തിലേക്ക് പോകാത്തതുകൊണ്ട് ജസ്റ്റ് കോണ്ടക്ച്വലി പറയുന്നുള്ളൂ, പട്ടണത്തിൽ നിന്നൊക്കെ നിരവധി മുദ്രകൾ, അതായത് കാർണീലിയൻ എന്ന് പറയുന്ന സെമി പ്രഷ്യസ് സ്റ്റോണാണ്. അതിൻ്റെ അകത്ത് കൊത്തിയ ഈ ഫോർട്യൂണ എന്നൊക്കെ പറയുന്ന റോമൻ ഗോഡസിൻ്റെ മോതിരക്കല്ലുകൾ ഇവിടുന്ന് കയറ്റി അയച്ചിരുന്നു. അതുണ്ടാക്കിയിരുന്ന ഇത്തരത്തിലുള്ള ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച്. ഇപ്പം നമ്മളെപ്പോഴും പഠിക്കുക ഈ കച്ചവടം നടന്നത് സ്പൈസ് ട്രേഡ് നടത്തി എന്നുള്ളതാണ്. കുരുമുളകും കറുവാപ്പട്ടയും ഇഞ്ചിയും കുരുമുളകൊക്കെ കൊണ്ടുപോയി എന്നാണ് നമ്മൾ പറയുക. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അതോടൊപ്പം തന്നെ, അതുപോലെ തന്നെ നമ്മുടെ അയേൺ മാസ്റ്ററി, നമുക്ക് അയേൺ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള നൈപുണ്യത്തെയും കച്ചവടം ചെയ്തിട്ടുണ്ട് വലിയ തോതിൽ. ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ അയൺ ടെക്നോളജിയെക്കുറിച്ചുള്ള അതിനുശേഷമാണ്, അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ കൊല്ലന്മാരൊക്കെ ഇവിടെ ഉണ്ടായി വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇരുമ്പായുധം ഉപയോഗിച്ചുണ്ടാക്കുന്ന മൾട്ടി ചേമ്പേഴ്സുകൾ ഇതൊക്കെ തന്നെ മലബാറിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായിട്ട് ഉണ്ട്. നെക്സ്റ്റ്, ഇതിൻ്റെ അകം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ്, അപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള മൺപാത്രങ്ങളായിരിക്കും. അവിടെ നിങ്ങൾക്ക് സെമി പ്രഷ്യസ് സ്റ്റോൺ കാണാം. ആ സ്റ്റോൺ ഒരു മാല കോർക്കുന്നത് പോലെ. ഈ മാല എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ പലപ്പോഴും പറ്റുന്നൊരു അബദ്ധം ഇതാണ്, നമ്മൾ പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് എത്തും. ഒരു ബെറിയൽ ഇട്ടിക്കഴിഞ്ഞ് മാല ഇട്ടിക്കാൻ സ്ത്രീകളുടേതാണ്, അല്ലെ വിമൻ ബെറിയലാണ്. അല്ല, അധികാര ചിഹ്നമാണ്. അത് മെയിലും ഫീമെയിലും ഒക്കെ ഇട്ടിരുന്നു എന്നുള്ള അധികാരത്തെ കുറിക്കുന്ന അധികാര ചിഹ്നമായിട്ടാണ് പഴയ ഗോത്ര തലവന്മാരൊക്കെ ഈ മുത്തുമാലകൾ ഇടുന്നത്. ഇതൊന്നും തന്നെ സാധാരണ ജനവിഭാഗത്തിൻ്റെ ആവാൻ യാതൊരു വഴിയുമില്ല. കാരണം ആ കാലഘട്ടത്തിൽ എക്കണോമിക് സപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടുന്ന, ഇതൊക്കെ ചെയ്യിക്കാൻ ശേഷിയുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണിത്. നെക്സ്റ്റ്, ഇരുമ്പായുധങ്ങൾ കാണാം. അതിൽ തൂക്കുവിളക്ക് കാണാം. തൂക്കുവിളക്കിന് റിച്വൽ ആണെന്ന് പെട്ടെന്ന് പറഞ്ഞേക്കരുത്. കാരണം നമ്മൾ അതിൻ്റെ അന്ന് ഉപയോഗിച്ച ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി കൂടെ മനസ്സിലാക്കണം. എപ്പോഴാണ് രാത്രി വെളിച്ചം ആവശ്യം വരുന്നത്? രാത്രി രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് രാത്രി നമ്മൾ ഉറങ്ങല്ലാതെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് മാത്രമേ രാത്രി വെളിച്ചത്തിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു സമൂഹം ഉണ്ടായി വന്നത് കൃഷിയുടെ വ്യാപനത്തിന് ശേഷം, കാർഷിക വൃത്തിയൊക്കെ വന്നതിന് ശേഷം, കച്ചവടമൊക്കെ വന്നതിന് ശേഷം, ഒരു ഫാമിലി സെറ്റപ്പ് എന്ന് പറയുന്ന രീതി വന്നതിന് ശേഷം ഒക്കെ ഉണ്ടാകുന്ന സാമൂഹ്യ അവസ്ഥയിലാണ് ഈ വിളക്ക് എന്ന് പറയുന്ന സംഗതി ഉണ്ടായി വരുന്നത്. ഓക്കെ, കലപ്പയുടെ അവശിഷ്ടങ്ങൾ. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കാലിക്കറ്റ് പ്രദേശത്തിന് ചുറ്റും കിട്ടുന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി ഈ പ്രദേശത്ത് ശിലായുഗം തൊട്ട് ഇരുമ്പ് യുഗം വരെയുള്ള, അല്ലെങ്കിൽ ചരിത്രാരംഭ കാലഘട്ടം വരെയുള്ള മനുഷ്യരുടെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക്, പ്രത്യേകിച്ച് ചാലിയാറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ചേവായൂരിൽ നിന്നുള്ള തെളിവുകൾ തൊട്ട്, ചത്തപ്പറമ്പിലെ ഫറൂഖിൽ നിന്നുള്ള ഇരുമ്പ് യുഗ തെളിവുകൾ തൊട്ട് നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് നടന്ന കുരുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പുരാവസ്തു ഉത്ഖനനം, ഇപ്പോൾ അടുത്ത് ചേലിയിൽ നടത്തിയ ഉത്ഖനനം, ഇങ്ങനെ കാലിക്കറ്റ് മ്യൂസിയം തന്നെ കണ്ടെത്തിയ സൈറ്റുകളെ നിരത്തി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് യുഗ കാലഘട്ടം വരെയുള്ള മനുഷ്യരുടെ സജീവമായ
ഇടപെടലുകളുടെ സാന്നിധ്യം ഇവിടെ കാണാം. ഇവർ കച്ചവടം ചെയ്ത് ഈ പറയുന്ന വേട്ടയാടലും കായ്കനികൾ ശേഖരിക്കലും അതോടൊപ്പം തന്നെ ഇരുമ്പ് യുഗമാകുമ്പോഴേക്കും കൃഷിയെ അവലംബിച്ചും കന്നുകാലി വളർത്തിയൊക്കെ ഉപജീവനം നടത്തിയിരുന്ന ആളുകളായിരുന്നു. മാത്രമല്ല ഫറൂഖിനടുത്ത് നിന്ന് ഇപ്പം അടുത്ത കാലത്ത് കാലിക്കറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു നന്നങ്ങാടിക്കകത്തുനിന്ന് വലിയ ചൂണ്ടക്കുളത്തും കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഫിഷിംഗ് ഉൾപ്പെടെയുള്ള, കാരണം അത് സ്വാഭാവികമായിട്ടുണ്ട്, അതിന് തെളിവ് കിട്ടിയില്ല നമുക്ക് ഉള്ളൂ. ഫിഷിംഗ് നടത്തിയെന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് സാഹിത്യകൃതികളിൽ കിട്ടുന്നുണ്ട്. പക്ഷേ പുരാവസ്തു തെളിവുകൾ തന്നെ നമുക്ക് ഫറൂഖിനടുത്തുനിന്ന് കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് മലബാറിലെ പ്രത്യേകിച്ച് കാലിക്കറ്റിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഏതാണ്ട് ഇന്നേക്ക് 7000 മുതൽ ഒരു 3000 വർഷം വരെ സജീവമായ സാന്നിധ്യം മനുഷ്യരുടെ കൃഷിയൊക്കെ ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന, കടൽമാർഗവും കരമാർഗവും കച്ചവടം നടത്തിയിരുന്ന, കാരണം കച്ചവടം നടത്തിയതിൻ്റെ തെളിവാണ് ഈ പറയുന്ന കൽമുത്തുകൾ. കൽമുത്തുകളൊന്നും തന്നെ കേരളത്തിലുള്ളതല്ല. എല്ലാ മുത്തുകളും പുറത്ത് മാത്രം അവൈലബിൾ. ഇപ്പോഴും പുറത്തുനിന്നാണ്. നിങ്ങൾ ഈ ഗുജറാത്തി ഫെസ്റ്റിനൊക്കെ പലപ്പോഴും നമ്മൾ ഈ മോതിരക്കല്ലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാം ഇമിറ്റേഷനാണ്. ഭൂരിഭാഗവും ഗ്ലാസ്സാണ്. അതിൻ്റെ ഒറിജിനൽ നല്ല വിലയാണ്. ഇപ്പോൾ കൊടുമണൽ പ്രദേശത്ത് നമ്മൾ ഇപ്പോഴും കൊടുമണൽ ഈ കോട്ട്സ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു കടുകുമണി അത്രയുള്ള ഒരു കല്ലിന് 700 രൂപയാണ് അന്ന് വില. പക്ഷേ 700 രൂപയ്ക്ക് നിങ്ങൾക്ക് കല്ല് വെച്ച മാല ഇവിടെ കിട്ടും. അതൊന്നും ഒറിജിനൽ കല്ല് ആവാൻ സാധ്യതയില്ല, ഇമിറ്റേഷൻസ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള കൽമുത്തുകളും ഇതൊക്കെ കച്ചവടം ഇൻറ്റേർണലായിട്ടും കരമാർഗവും കടൽ മാർഗവും ഒക്കെ കച്ചവടം നടത്തിയതിൻ്റെ തെളിവുകൾ, പുരാവസ്തു തെളിവുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ സംഘസാഹിത്യ കൃതികളിൽ മറ്റ് വിവരങ്ങൾ വേറെയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് കോഴിക്കോടിൻ്റെ പൈതൃകം യഥാർത്ഥത്തിൽ ശിലായുഗ കാലം തൊട്ട് തന്നെ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. താങ്ക് യു. Good morning, sir. I am Ram Mukundan. Together with the Iron Age, was there also a development of glass technology? It's a very good question. മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലേ? ഓക്കെ, താങ്ക് യു. സോ നമുക്ക് ഗ്ലാസ് ടെക്നോളജിയെക്കുറിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ തെളിവ് കിട്ടിയിരുന്നത് പട്ടണം ഉത്ഖനനത്തിലാണ്, പുരാവസ്തു ഉത്ഖനനത്തിലാണ്. നമുക്ക് മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഗ്ലാസ് മുത്തുകൾ ഇപ്പോൾ പെരിങ്ങത്തൂർ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ മാത്രം, അതും സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് കണ്ടെത്തിയിരിക്കുന്നത്. പെരിങ്ങത്തൂരിൽ നിന്ന് മാത്രമേ നമുക്ക് ഗ്ലാസ് മുത്ത് കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും കൽമുത്തുകളാണ്. അതേസമയത്ത് പട്ടണം ഉത്ഖനനത്തിൽ ഒരു ഏർലി ഹിസ്റ്റോറിക് എന്ന് പറയുന്ന ഒരു 6-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ട് മുതൽ ഒരു 14-15-ാം നൂറ്റാണ്ട് വരെയൊക്കെ ഗ്ലാസ് മുത്തുകൾ ഉണ്ടാക്കിയിരുന്നത്, അതുണ്ടാക്കിയതിൻ്റെ വേസ്റ്റുകൾ ഇത് വ്യാപകമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും ഒരുപക്ഷെ പട്ടണം, ഞാനവിടെ എക്സ്കവേഷൻ ഉണ്ടായിരുന്ന ആളാണ്. 2007 മുതൽ 2013 വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് 5ഓളം സീസണിൽ ഞാൻ എക്സ്കവേഷൻ പിറ്റിൽ സൂപ്പർവൈസറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മൺപാത്ര കഷ്ണങ്ങളാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ എടുക്കുന്ന സംഗതി ഗ്ലാസ് മുത്തുകളാണ്. അത് പല നിറത്തിലുള്ള. അപ്പോൾ ഗ്ലാസ് ടെക്നോളജി അല്ലെങ്കിൽ ഗ്ലാസ് മേക്കിംഗ് ടെക്നോളജി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് പട്ടണത്തെ അടിസ്ഥാനപ്പെടുത്തി പറയാവുന്നതാണ്. ജിയോഗ്രഫിക്കലി ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടോ? ഇതിനൊരു പാറ്റേൺ ഉണ്ടോ? ഹിൽ സൈഡ് ആണ്, അല്ലെങ്കിൽ റിവറിന് ചുറ്റാണ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് നടത്തുന്നതിന്റെ പാറ്റേൺ? ഞാൻ അതിൽ സ്ലൈഡ് മാറ്റിയില്ലേ, ഞാൻ അതിൽ ഒരു ഗ്രാഫ് കാണിച്ചിരുന്നു. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മെഗാലിത്തിനെ കുറിച്ച്, ഇത്തരത്തിലുള്ള പ്രീ ഹിസ്റ്റോറിക്, അയൺ ഏജ്, എർലി ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ചുള്ള ഓരോ റിവർ ബേസിൻ്റെയും കാച്ച്മെൻറ്റ് ഏരിയയിലുള്ള സെറ്റിൽമെൻറ്റ് ഫോർമേഷനെ കുറിച്ച് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് ഒന്ന് പെരുമ്പ കുപ്പം റിവർ ബെൽറ്റിൽ പഴയങ്ങാടി വരെയുള്ള പ്രദേശങ്ങളിൽ പഠിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതെൻ്റെ പഠനത്തിലാണ് വന്നത്. രണ്ടാമത് ഭാരതപ്പുഴ റിവർ ബെൽറ്റ് നടന്നിട്ടുണ്ട്. അപ്പർ ബേസിനും ലോവർ ബേസിനും. പെരിയാറിൻ്റെ റിവർ ബേസ് നടന്നിട്ടുണ്ട്. പക്ഷേ ചാലിയാറിൻ്റെ റിവർ ബേസിൽ എനിക്കൊന്ന് ഫറൂഖ് കോളേജിൽ ആരോ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കാച്ച്മെൻറ്റ് ഏരിയ, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഒരു റിവറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ ഫ്രഷ് വാട്ടർ അവൈലബിൾ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ സെറ്റിൽമെൻറ്റ് ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് അത് ഏത് കാലത്തും, ഇപ്പോൾ മാടായിപ്പാറയിൽ നിങ്ങൾക്ക് നിരവധി ഈ കുഴികൾ കാണാം. അതൊക്കെ ഫ്രഷ് വാട്ടർ സോഴ്സാണ്. അത് കച്ചവടക്കാർ വരുമ്പം കടലിൽ നിന്ന് കയറിയിട്ട് അവർക്ക് ഫ്രഷ് വാട്ടർ ശേഖരിക്കാനുള്ള സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഞാൻ പെരുമ്പയിലുള്ള ഒരു ഗ്രാഫ് ഷീറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്, പെരുമ്പയിൽ. അപ്പം നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ റീജിയനിൽ നടത്തുന്ന ടൈപ്പോളജി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്ര മഹാശിലാ സ്മാരകങ്ങൾ അവിടെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഒരു ഗവേഷകനോ അല്ലെങ്കിൽ ഒരു ടീമിനോ ട്രേസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ട്രേസ് ചെയ്താൽ മതി.
കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന തെളിവുകളുടെ അടുത്ത് തന്നെയാണ് വീണ്ടും വീണ്ടും കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ മലബാറിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ റോബർട്ട് സെവലിൻ്റെ റിപ്പോർട്ടുണ്ട്. റോബർട്ട് സെവൽ കൊളോണിയൽ കാലഘട്ടത്തിൽ നടത്തിയ സർവേ ആണ്. അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയല്ല, വില്ലേജ് അധികാരികളുടെ ഇതൊക്കെ തഹസിൽദാർമാരുടെയൊക്കെ സഹായത്തോടെ ശേഖരിച്ച വിവരം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ സൈറ്റുകൾ നമ്മൾ വീണ്ടും പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടുന്ന് കിട്ടും. പറഞ്ഞ മനസ്സിലേ. ഇപ്പം ചത്തപ്പറമ്പ് എന്ന സ്ഥലത്ത് 2006 ഡോക്ടർ ദർശന, ആ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു, പോയ സമയത്ത് ചത്തപ്പറമ്പ് റീലൊക്കേറ്റ് ചെയ്യാൻ പോയതാ. പക്ഷെ സ്ഥലപ്പേരുണ്ട്. നമ്മൾ പോയ ദിവസം തന്നെ അവിടെ ഒരു നന്നങ്ങാടി ആളുകൾ ആക്സിഡൻ്റലായിട്ട് പുറത്തെടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ബെറിയൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒന്ന് മാത്രമായിരിക്കില്ല, അതിന് ചുറ്റും പലതും ഉണ്ടാവും. ഒരു കാലഘട്ടത്തിൽ കണ്ടെത്തിയത് പിൽക്കാലത്ത് നമുക്ക് കണ്ടെത്താം. അപ്പം ചാലിയാറിൻ്റെ ബേസ് ഇപ്പോഴും കൃത്യമായിട്ട് ആരും ട്രേസ് ചെയ്തിട്ടില്ല. അതിന് നല്ല പഠന സാധ്യത ഉള്ളതാണ്. ഇവിടെ ഒന്നിലധികം, അത് ഒരാളുടേതായിരിക്കാൻ സാധ്യതയില്ലല്ലോ. കുറേ നന്നങ്ങാടികൾ കണ്ടെത്തുന്നു, പിന്നെ മുത്തുകൾ, ധാരാളം മുത്തുകൾ. അപ്പോൾ ഈ രണ്ട് ഇതും ഒരു ഏരിയയിൽ ഒരു കുടുംബമായി ഇവർ വസിച്ചതായിരുന്നു, അതോ അതല്ല ഈ ദൂരങ്ങളിൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചതായിരിക്കുമോ? അല്ല, നമ്മളിപ്പോഴേ, അതായത് പാസ്റ്റിനെ എപ്പോഴും പ്രസൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നോക്കണം. നമ്മളിപ്പോഴായാലും ബെറിയൽ ഗ്രൗണ്ട് എവിടെയാണ്, നമ്മൾ താമസിക്കുന്നതിന് അധികം ദൂരത്തായിരിക്കില്ല. അതിപ്പോൾ ഏത് മതസ്ഥരാണെങ്കിലും, ഇപ്പോൾ മുസ്ലിംസിലാണെങ്കിൽ ഒരു മഹലിനകത്താണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഇടവകയ്ക്കകത്താണ് ഉണ്ടാവുക. മറ്റ് കമ്മ്യൂണിറ്റി അങ്ങനെ പറമ്പിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ അന്നത്തെ ഒരു പ്രത്യേകത, പ്രൊഡക്ഷൻ നടക്കുന്ന, അതായത് ഈ പാറ്റേൺ അനുസരിച്ച് അനുസരിച്ച് മനസ്സിലായ ഒരു സംഗതി, പ്രൊഡക്റ്റീവ് ലാൻഡ്, അതായത് ഉൽപാദനക്ഷമതയുള്ള ഭൂമിയിൽ ഇവർ ബെറിയൽ പൊതുവെ ഇത്തരത്തിൽ വലിയ സ്മാരകങ്ങൾ ഉണ്ടാക്കാറില്ല. നന്നങ്ങാടികൾ കാണാറുണ്ട്, കൊടക്കല്ലുകളും കാണാറുണ്ട്, തൊപ്പിക്കല്ലും കാണാറുണ്ട്. എന്നാൽ റോക്കറ്റ് ചേമ്പർ, അതായത് ചെങ്കല്ല് വെട്ടിയ സംഗതികൾ, ചെങ്കൽ പാറകളൊന്നും തന്നെ അന്ന് പ്രൊഡക്ഷനുള്ള പ്രദേശമല്ല, ഉൽപാദനം നടക്കാത്ത പ്രദേശത്താണ് ഈ ബെറിയൽ പൊതുവെ അവർ വെക്കാറ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ബെറിയൽ ഒന്നിൽ കൂടുതലുണ്ടാവും, ഒരു തലമുറയല്ല. മാത്രമല്ല ഇതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചരിത്രകാരരെല്ലാം പറയുന്നത് അത് വലിയ വ്യത്യസ്ത സമൂഹ തട്ടുകളിലുള്ള സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ആളുകൾ, ഉയർച്ചയും താഴ്ചയും അക്കാലത്തുണ്ട്. ആ ഉയർച്ച താഴ്ചകളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന സോഷ്യൽ സ്റ്റാറ്റസിന്, ഒരു പക്ഷേ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ആവാം, ചിലപ്പോൾ ഇത് വലിയ മൂപ്പന്മാരതൊക്കെ ആവാം, എന്തൊക്കെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെ കാണിക്കുന്ന ചില നന്നങ്ങാടികൾക്കൊന്നും ഉണ്ടാവില്ല. ചിലതിനകത്ത്, അതായത് ബെറിയലിനകത്ത് കിട്ടുന്ന ബെറിയൽ ഗുഡ് അല്ലെങ്കിൽ ഗേ ഗുഡ്സ് എന്ന് പറയും, അതിനകത്തുനിന്ന് കിട്ടുന്ന എത്രയാണോ അതിനനുസരിച്ചാണ് അയാളുടെ പ്രൗഢിയുടെ ഗാംഭീര്യം കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സമൂഹ തലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ബെറിയൽ ഉണ്ടാക്കുന്ന ആളുകൾ വലിയ ദൂരത്തേക്ക് ഈ പലായനം ചെയ്യുന്ന ആളുകളായിട്ട് മാറാൻ സാധ്യതയില്ല. കാരണം അതിന് വർഷാവർഷം റിച്വൽ നടന്നതിനെക്കുറിച്ച് സൂചന നമുക്ക് പിന്നീട് വരുന്ന സംഘസാഹിത്യ കൃതികളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇടുവോർ സുടുവോർ തൊടുകുഴി പടുപ്പോർ താഴിയിൽ മണിമേഖല ഒരു പാട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പീലി ചൂടിക നടുകൽ എന്നൊക്കെ പറഞ്ഞിട്ട് സംഘസാഹിത്യ കൃതി, പീലി ചൂടിക നടുകൽ, ആ നടുകലിൻ്റെ മുകളിൽ പിന്നീട് ഓരോ വർഷവും അർച്ചന നടത്തുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പം ബലി കൊടുക്കുക എന്നൊക്കെ പറയുന്ന സംഗതിയൊക്കെ നമ്മൾ നടത്തുന്നത്. പൂർവികരെ ആരാധിച്ചു വരുന്ന ഒരു വിഭാഗം മരിച്ചു കഴിയുന്നതോടുകൂടി ഇവർ ദൈവത്തിൻ്റെ സ്റ്റാറ്റസിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സോളായിട്ട് മാറുകയാണ്. അവർക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാം. അതേസമയം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അവർക്ക് റിസോഴ്സ് കിട്ടുന്നതനുസരിച്ച് മൂവ് ചെയ്തേ മതിയാവും. പക്ഷെ മൂവ് ചെയ്താൽ പോലും ഇവരുടെ ബെറിയലിൻ്റെ ഒരു നിശ്ചിത പരിധിക്ക് അകത്ത് നിന്ന് തന്നെ അവരുടെ തിരിച്ചു വരവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പം ബെറിയൽ എപ്പോഴും ഒരു സ്ഥിരം സെറ്റിൽമെൻറ്റിൻ്റെ സൂചനയാണ്. എന്ന് വെച്ചാൽ അവിടെ പലായനം നടക്കുന്നില്ല അല്ല, ഒരു പാസ്റ്ററൽ ഗ്രൂപ്പ് തന്നെ ആവാം, നൊമാഡിക് ഗ്രൂപ്പ് ആവാം, അവരൊരു മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോവും. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ അവിടെ സന്ദർശിക്കുകയും ചെയ്യുന്ന അതിൻ്റെ മുന്നോടിയാണ്. ഇപ്പം ബലിക്കെല്ലാം പുറം രാജ്യങ്ങളിലൊക്കെ പോയ ആളുകൾ ബലിക്ക് തിരിച്ചെത്തുന്നില്ലേ, തറവാട്ടിലെ ഉത്സവത്തിന് തിരിച്ചെത്തുന്നില്ലേ, ഇതിൻ്റെയൊക്കെ തുടർച്ചയാണിത്.